കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. പിന്നെ കട്ടിങ്ങിൻ്റെ ഭാഗം കാണാത്തവർക്കായിട്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ലിങ്ക്. അപ്പോൾ നമ്മളിതെല്ലാതും കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിൻ്റെ ലൈനിങ് ഈ ഷിഫോൺ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഞാൻ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ പറയണത്. അപ്പോൾ അത് ലൈനിങ് ആയിട്ട് ഈ ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയൽ ഫസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മളുടെ വർക്ക് മെറ്റീരിയൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ വരുന്നത്. പിന്നെ നമ്മളുടെ ലൈനിങ്ങിനായിട്ട് കട്ട് ചെയ്ത ഒരു ഷിഫോൺ, അതായത് 2 പീസ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ക്രേപ്പാണെങ്കിൽ നിങ്ങൾ സാധാരണ തയ്ക്കണ പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഷിഫോൺ വെച്ചതുകൊണ്ട് ആ രീതിയിലുള്ളതാണ് പറയുന്നത്. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അതേപോലെ തന്നെ ബാക്ക് പീസിനും 2 ലൈനിങ് ഷിഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മളുടെ സ്കേർട്ടിൻ്റെ ഭാഗം, അതായത് ടോപ്പിൻ്റെ അടിഭാഗത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. ടോപ്പിൻ്റെ അടിഭാഗത്തേക്കും ഞാൻ ഷിഫോൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ടും ഈ മെയിൻ മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രേപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിന് ഞെറിവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞെറിവില്ലാതെ തന്നെ. പക്ഷേ ഇത് ഷിഫോൺ ആവുക കാരണം ഞാൻ രണ്ടും ഒരുപോലെ ലൈനിങ്ങും ഈ മെയിൻ മെറ്റീരിയലും കൂടി ഒരുമിച്ച് തയ്ച്ചിട്ട് ഞെറിവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തയ്യലിലേക്ക് കിടക്കാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതാ നമ്മുടെ ഫ്രണ്ട് പീസിത്തെ ലൈനിങ് എടുത്തു. ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതാ നമ്മളുടെ വർക്ക് മെറ്റീരിയൽ വെച്ചു. അതിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ വരുന്നത്. ഇപ്പോൾ ക്രേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് വെച്ചിട്ട് കഴുത്ത് തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഇത് ലൈനിങ്ങിന് ഇത് വരുന്ന കാരണം അതിങ്ങനെ വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ പുറത്തു കൂടിയാണ് നമ്മൾ കഴുത്തടിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഫേസ് വെച്ച് അടിക്കുന്നതിന് പകരം ഈ ലൈനിങ് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ഈ മെറ്റീരിയലുകൾ ഇട്ടിട്ടാണ് നമ്മൾ കഴുത്ത് സാധാരണ പോലെ അടിച്ച് തിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ കഴുത്തടിക്കാറ് അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ കഴുത്തിന് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക, പതിച്ചടിക്കുക, തിരിച്ചിടുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറും കൈക്കുഴിൻ്റെയും അതിൽ കൂടെ ഒക്കെ 4 പുറം അടിച്ചിട്ട് നമ്മൾ ഈ ഒരു 3 പീസും ഒന്നാക്കുക. അപ്പോൾ അതാ ഞാൻ ബാക്ക് പീസും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട് പീസും ആ ലൈനിങ്ങും ഒക്കെ യോജിപ്പിച്ച് 4 പുറം അടിച്ചിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സ്കേർട്ടിൻ്റെ ഭാഗം അടിഭാഗം ഈ 2 ലൈനിങ് മെറ്റീരിയലും അതായത് ഈ 2 ഷിഫോൺ മെറ്റീരിയലും കൂടി ആദ്യം ഒന്ന് യോജിപ്പിച്ചു. പിന്നെ ഞാനിങ്ങനെ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞെറിവുകൾ ഞാൻ ഈ 2 അറ്റത്തും കൊടുത്തിട്ടില്ല, നടുക്കായിട്ടാണ് ഞെറിവ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ എങ്ങനെയാണോ ഈ ഞെറിവിൻ്റെ അളവ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മേലത്തെ ബോഡി പാർട്ട് ഉണ്ടല്ലോ, ആ യോക്കിൻ്റെ അടിഭാഗം എത്രയാണോ വരുന്നത് അത്ര നമുക്ക് ആ ഒരു പീസ് നീളം വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നടുക്ക് മാത്രം ഞെറിവിട്ട് കൊടുത്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ 2 പീസും കൂടെ യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞെറിവിട്ടു. ഇപ്പോൾ നമ്മൾ ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ്ങിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് യോജിപ്പിച്ച് ഒപ്പം ഞെറിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിലത്തെ മെറ്റീരിയലിന് മാത്രം ഞെറിവ് കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് നമ്മൾ ഞെറിവ് കൊടുത്തതിന് ശേഷം അടിയിൽ ഞാനൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളുടെ ഈ ഒരു പീസ് മുന്നിൽ ഇങ്ങനെ കയറിയിട്ടാണല്ലോ നിൽക്കുന്നത്, സ്ട്രൈറ്റ് ആയിട്ടല്ലല്ലോ. അപ്പോൾ അത് നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ഞെറിവുകൾ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിന് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് നമ്മളുടെ യോക്കിൻ്റെ സെൻറ്റർ അവിടെ വെച്ചതിന് ശേഷം കറക്റ്റായി ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു മാർക്കർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാനിത് ഇങ്ങനത്തെ ഡ്രസ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും ഇത് എങ്ങനെയാണോ എല്ലാവരും തയ്ക്കലെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു വഴി ഇങ്ങനെയാണ്. അപ്പോൾ അതാ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത്. ഇനി ഒരു 1/4 ഇഞ്ച് ഒരു തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ട് നമ്മൾ ആ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തൊരു 1/4 ഇഞ്ച് വിട്ടാൽ മതി നമുക്ക് സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ എത്രയാണെങ്കിൽ വിട്ടിട്ട് നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെ അതാ നമ്മൾ ഈ സെൻറ്റർ, നമ്മുടെ യോക്കിൻ്റെ സെൻറ്ററും അടിഭാഗത്തിൻ്റെ സെൻറ്ററും കൂടി യോജിപ്പിച്ച് വെച്ച് അതങ്ങോട്ട് ജോയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ പണി. അപ്പം നമ്മളുടെ ഫ്രണ്ട് ഭാഗത്തെ യോക്ക് പാർട്ടും അതിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ടും കൂടി യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു നൂല് പറിച്ചെടുക്കാം. അത് നമുക്ക് തയ്ക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു വഴി ഇങ്ങനെയൊക്കെയാണ്. ആദ്യം യോക്ക് പീസിൻ്റെ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് പീസ് അവിടെ പിടിപ്പിക്കുന്നത്. പിന്നെ ആ ബാക്ക് പീസിൽ ഞാനൊരു വേറൊരു ടൈപ്പ് ഞെറിവാണ് കൊടുത്തത്. അവിടെ പിന്നെ സ്ട്രൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സുഖമാണല്ലോ. ഇനി സ്ലീവും കൂടെ പിടിപ്പിച്ചിട്ട് അതങ്ങോട്ട് ഷേപ്പ് ചെയ്യുക. അപ്പം ഞാൻ പ്രോഗ്രാമിന് പോണതിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് അറിയാനായിരിക്കും എല്ലാവർക്കും. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇത് തയ്ക്കുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ ബാക്കിലും ഞെറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ പിന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ്, സാധാരണ സ്ട്രൈറ്റ് ആയിട്ടാണ്.
അപ്പോൾ നമ്മൾ ഒരു 3 ഞെറിവ് ഇങ്ങോട്ടും 3 ഞെറിവ് ഇങ്ങോട്ടും ആക്കിയിട്ടാണ് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പറയാനുള്ള തടിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ തടിയുള്ളവർക്ക് ഞെറിവ് ഇതൊന്നും എല്ലാവരും ഇടൂലല്ലോ, കാരണം തടിയുള്ളവരിട്ട ഒന്നും കൂടി തടി തോന്നിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ തടിയുണ്ട്, അപ്പൊ തടി ഉണ്ടാകുമ്പോൾ നമ്മളെ തടിന്റെ വൃത്തികേടുകളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അതൊക്കെ ഒന്ന് മറിഞ്ഞു കിട്ടാനാണ്. അപ്പൊ ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു ഞെറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കവറിങ് കിട്ടും, ആ ഞെറിവിലൂടെ നമ്മളെ വൃത്തികേടൊക്കെ മറിഞ്ഞു കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നമ്മളിവിടെ ആണെങ്കിലും വയറിന്റെ അവിടെയൊക്കെ ഒരു മറവ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലല്ല, ഇവിടെ ഞെറിവൊക്കെ വരുമ്പോൾ നമ്മളെ വയറും മറ്റു വൃത്തികേടുകളൊക്കെ ഇതിലങ്ങോട്ട് ഒതുങ്ങി കിട്ടും. അതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പൊ നമ്മൾ ഈ വർക്ക് മെറ്റീരിയലിന് ഇത് പിടിപ്പിച്ചു, അതേപോലെ ബാക്കിലും പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചു. ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കൈ പിടിപ്പിച്ചു. കൈയൊക്കെ പിടിപ്പിക്കാൻ എല്ലാവർക്കും അറിയില്ല, അതൊന്നുമാണ് ഇപ്പൊ ഞാനിതിൽ കാണിക്കാത്തത്. അപ്പൊ കൈൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ജോയിന്റ് വരുന്നുണ്ട്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അത്ര വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. 1 മീറ്ററിന് എടുത്താൽ മതി നിങ്ങള്. അപ്പൊ കയ്യിനും ലൈനിങ്ങും നമ്മളെ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലൈനിങ്ങിന് ഈ ഒരു മെറ്റീരിയലിനെ കൊടുക്കുമ്പോൾ നല്ലൊരു ഒതുക്കം കിട്ടും കേട്ടോ. അതിപ്പോൾ തടിയുള്ളവർക്കാണെങ്കിലും ഒക്കെ നല്ലൊരു ഇത് കിട്ടും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സിന്റെ അടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് ഉണ്ട്, ഒരു വലിയൊരു കട്ടിയുള്ള ഒരു ഷിമ്മിൻ ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യമുള്ള തുണി ഞാൻ ഒരുവിധം ഷിഫോണിനൊക്കെ ഷിഫോണിന്റെ ലൈനിങ്ങാണ് ഇടുക. അപ്പൊ ആ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാം. ആദ്യം കൈ ജോയിന്റ് ചെയ്യേണ്ടത് ജോയിന്റ് ചെയ്തു, അതിന് ശേഷം കൈമ ലൈനിങ് പിടിപ്പിച്ചു. കൈമ ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം കൈ രണ്ടും നമ്മൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചു. പിന്നെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇതുവരെ നമ്മളുടെ ഈ ഒരു ഷേപ്പ് വരുമല്ലോ, അപ്പൊ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എല്ലാ ഷേപ്പ് കിട്ടും ചെയ്യും. ഇവിടുന്നാലും അങ്ങോട്ട് പിന്നെ ഞെറിവാണല്ലോ. പിന്നെ നമ്മൾ ആ കറക്റ്റ് ഷേപ്പൊക്കെ അളന്നതിന് ശേഷം നമ്മൾ അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അത്ര ഉള്ളൂ ഇതിന്റെ പണി കേട്ടോ. അപ്പൊ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ഇത് തയ്ക്കാൻ അറിയുന്നുണ്ടാവും. പിന്നെ ഞാൻ അടിയിൽ ഇതാ ജസ്റ്റ് ഒരു പച്ചമുത്തൊക്കെ വെച്ചിട്ടൊന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തിരക്കിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണോണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മളെ സ്റ്റിച്ചിങ് ചാനൽ നമുക്ക് ഇൻഷാ അള്ളാ അടിപൊളിയാക്കണം എന്നും പറയുന്ന പോലെ, അപ്പൊ ഞാൻ അതിനായിട്ട് സ്റ്റിച്ചിങ്ങുകൾ എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അള്ളാ. അപ്പൊ അടുത്ത നല്ലൊരു ഡ്രസ്സിന്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.